യേശുവിൽ പ്രിയപ്പെട്ടവരെ, സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും അതിൻ്റെ ലക്ഷ്യമെന്ത്, അതെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് സൂചിപ്പിക്കാനായി ആദർശവചനങ്ങൾ, ആപ്തവാക്യങ്ങൾ ഉണ്ട്. മഹത്തായ വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ ചില ആദർശങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അതനുസരിച്ചാണ് അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. വിശുദ്ധ പൗലോസ്ലീഹായുടെ ആദർശവചനമായിരുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്നുള്ളത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ ഒന്നും യഥാർത്ഥ സംതൃപ്തിയോ സന്തോഷമോ തരുന്നില്ല. യഥാർത്ഥ സംതൃപ്തി, സന്തോഷം യേശുവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അവിടുത്തോട് ഒന്നായി തീരുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമുക്കുണ്ടാവുക. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ ഒന്നായി തീരുവോളം ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതായിരുന്നു വിശുദ്ധ പൗലോസ്ലീഹായുടെ ആപ്തവാക്യം. മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുകൂടി ഒന്നായി തീരാൻ സാധിക്കുക. അതുകൊണ്ട് ആ മരണം നേട്ടമായി അദ്ദേഹം കരുതി. ഇത് മനസ്സിലാക്കിയിട്ടാണ് സങ്കീർത്തകൻ പറയുന്നത് 73:25, ദൈവമേ, സ്വർഗത്തിൽ അങ്ങ് അല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹനാഥനായ ഈശോയെ, അങ്ങേക്ക് വേണ്ടിയും അങ്ങേ മാത്രം ആഗ്രഹിച്ചും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.